നമുക്കൊരു ക്രീമി ചിക്കൻ മഷ്റൂം മക്രോണി ഉണ്ടാക്കിയാലോ? വന്നാട്ടെ. ഒരു 250 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണിത്. ചെറിയ ചെറിയ ക്യൂബ്സുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർക്കുന്നു. അല്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇവിടെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ സീസൺ ചെയ്ത് കൊടുക്കുന്നു. കുരുമുളക് ചതച്ചതൂടെ അല്പം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കായത്. ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പാൻ വെക്കുന്നു. അതിലേക്ക് ഒരല്പം ബട്ടർ ശകലം ചേർക്കുന്നില്ല. ഞാൻ ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഒരല്പം ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം അതിനകത്ത്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ച ചിക്കൻ ക്യൂബ്സ് ചേർക്കുന്നു. ഓരോന്നോരോന്നായിട്ട് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. നമുക്ക് ഇത് കളർ ചേഞ്ച് മതിയല്ലേ, വേഗവും വേണം. അത്ര ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കളർ ചേഞ്ച് ആക്കുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആ ചിക്കൻ വറുത്ത സെയിം എണ്ണയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു. ഇത് നമുക്കൊരു 1 മിനിറ്റ് ചെറിയൊരു തീയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ വെളുത്തുള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. മഷ്റൂമിൽ വെള്ളം കണ്ടൻറ് ഉള്ളതുകൊണ്ട്, വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് വെള്ളം കുറച്ച് ഇറങ്ങും. ആ വെള്ളത്തിരുന്ന് നമുക്ക് വേവ് നല്ലോണം. നമുക്ക് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്കതിൻ്റെ ജസ്റ്റ് മൂടി നോക്കാം. ഉണ്ടോ ആ ഒരു നമ്മുടെ കൂണിൽ നിന്ന് മഷ്റൂമിൽ നിന്ന് ആ വെള്ളം ഇറങ്ങിയുണ്ട്. എൻ്റെ പാത്രം ചെറുതായുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ ക്രീം ഒഴിച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ചിക്കൻ വറുത്ത് വെച്ചത് ആഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പാസ്ത അല്ലെങ്കിൽ മക്രോണി നമ്മൾ ആഡ് ചെയ്യുന്നു. നല്ലോണം ഒന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒന്നാന്തരം ചിക്കൻ മഷ്റൂം മക്രോണി അല്ലെങ്കിൽ പാസ്ത, ക്രീമി നല്ല പാസ്ത ആണിത്. ഉണ്ടാക്കാൻ മറക്കല്ല. ഗ്ലോബൽ കിച്ചൺ.